ഇയാനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ബോഡി പാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ ലൈനിങ് ഇതുപോലെ വിടർത്തിയിട്ടു അതിൻ്റെ മീതെ നമ്മുടെ നല്ല തുണിയുടെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ഈ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. 4 ഇഞ്ചിലാണ് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ഈ തുണി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഇനി ഓരോ ഇഞ്ച് നീക്കി ചെറിയ കട്ടിങ് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ലൈനിങ്ങിൻ്റെ മീതെ ഒന്ന് ഇതുപോലെ ഒന്ന് പതിച്ചടിക്കണം. അതിനുശേഷം നമുക്ക് നല്ല വശത്ത് ഇതുപോലെ വെച്ചിട്ട് നെക്കടിക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ട് നമുക്ക് റെഡിയായി. നമുക്ക് ബാക്ക് പാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ലൈനിങ് ഇതുപോലെ നിവർത്തിയിട്ടു എന്നിട്ട് ബാക്ക് പാർട്ടിന് നല്ല വശവും ലൈനിങ്ങിന് നല്ല വശവും ഇതുപോലെ ഒന്ന് ഇടണം. ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് ഈ ബാക്കിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. താഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്യണം. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കത്രികയുടെ മൂല കൊണ്ട് ഇവിടെ ഒന്ന് കുത്തിയെടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് നല്ല വശത്തൊന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇതേപോലെ തന്നെ നമുക്ക് ഈ തുണിയിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബാക്ക് നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതുപോലത്തെ സിബ് ഒന്ന് വെച്ചെടുക്കാം. വെക്കുമ്പോൾ ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ഈ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചെയ്യണം. ഇനി ഈ ഭാഗവും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ടേ കറക്റ്റ് ഈ ഭാഗം സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിതുപോലെ സിബ് വെച്ചെടുത്തു. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് കൂട്ടിയെടുക്കണം. ഷോൾഡർ തമ്മിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കൂട്ടുവാൻ പോവാണ്. നല്ല 2 വശങ്ങൾ വെച്ചാണ് ഷോൾഡർ കൂട്ടുന്നത്. ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഈ സൈഡും ചെയ്ത് കൊടുക്കണം. ഇനി ഉള്ളിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പുറമെ, അതായത് ഈ ഷോൾഡറിൻ്റെ ഈ പുറമെ ഇതുപോലെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെയും. ഇനി നമുക്കിതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവിൻ്റെ അടിഭാഗം ആദ്യം ഇതുപോലെ ഒന്ന് മടക്കിയടിക്കണം. അപ്പോൾ ഈ ഭാഗത്ത് സ്ലീവിൻ്റെ സെൻറ്റർ ഇതുപോലെ വെക്കുമ്പോൾ സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും തമ്മിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് സെൻറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് 2 തുണികളുടെയും നല്ല വശം ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് ഈ ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് താഴത്തേക്ക് ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യണം. ഇനി ബാക്കിയുള്ള ഈ വശം ഇതുപോലെ അങ്ങോട്ട് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ 2 ഭാഗത്തും ഇതുപോലെ സ്ലീവ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ലൈനിങ്ങും നമ്മുടെ ഈ നല്ല പീസും തമ്മിൽ ഇതുപോലെ ഒന്ന് കൂട്ടിയെടുക്കാം. അപ്പോൾ ലൈനിങ് ആദ്യമേ നിവർത്തിയിട്ടു. എന്നിട്ട് അതിൻ്റെ മീതെ തുണിയുടെ ചീത്തവശമാണ് ഇട്ടത്. രണ്ടിൻ്റെയും സെൻറ്റർ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
എന്നിട്ട് ഇതുപോലെ ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തെടുത്തു. ഇനി നമ്മുടെ ഈ സ്കേർട്ട് പാർട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ സിബുള്ള വശവും കൂടി സ്റ്റിച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ സിബ് ഓപ്പൺ ആയി പോയാൽ അത് പണിയായി പോവും. അപ്പോൾ ഞാൻ ഈ സിബ് ഇങ്ങോട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സിബുള്ള ഭാഗമാണ് ഇതിൻ്റെ സെൻറ്റർ. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഇല്ലേ, ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. ഈ സെൻറ്ററിൽ വേണം ഇതിങ്ങനെ വെക്കുവാനായിട്ട്. എന്നിട്ട് ആദ്യമേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. ആ ഒരു ഷേപ്പ് വരുത്തിക്കണം കേട്ടോ. നമ്മളൊരു കർവ് ഷേപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ ഷേപ്പ് നമ്മൾ ചെയ്യണം. ഇനി ബാക്കിയുള്ള ഈ ഭാഗം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കിൽ ഇതുപോലെ സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്തെടുത്തു. അപ്പോൾ ഞാനിപ്പോൾ ഫ്രണ്ടിലും ഇതുപോലെ സെയിം മെത്തേഡിൽ ഫസ്റ്റ് കാണിച്ച പോലെ ചെയ്യാൻ പോവുക. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ഭാഗത്തും ഇതുപോലെ സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്തു. നമുക്ക് ബാക്കിൽ വെക്കേണ്ട വള്ളി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ വെച്ചിട്ട് ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു മോഡലിൽ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് താഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ടതൊരു ഈർക്കിൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കുത്തിയെടുക്കണം. വള്ളിയുടെ ഷേപ്പാണ് ബാക്കിലുള്ള. ഓക്കെ, ഇതുപോലത്തെ രണ്ട് പീസ് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഇതിൻ്റെ സൈഡ് അങ്ങോട്ട് കൂട്ടുവാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് കൈയിൻ്റെ താഴത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. 4 ഇഞ്ച് അത് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ രണ്ട് തുണിയും ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വരും. അപ്പോൾ നമ്മളിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി ഈ ഭാഗം എത്തുമ്പോൾ നമ്മൾ അടിച്ച് വെച്ചില്ലേ, ആ വള്ളി ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഇവിടെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ട് പോകരുത്, കുറച്ച് ഇറക്കി നിർത്തണം. ഇതുപോലെ ഇറക്കി നിർത്തിയിട്ട് നമുക്ക് ഇനി ചെയ്യാനുള്ളത് നമ്മുടെ ലൈനിങ്ങും നല്ല തുണിയും സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ്. നാളെ നന്നായിട്ട് വിടർന്ന് കിടക്കുള്ളൂ. അപ്പോൾ ആദ്യമേ നല്ല തുണി ഇതുപോലെ എടുക്കണം. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് അറ്റം വരെ സ്റ്റിച്ച് ചെയ്യണം. ഇനി ലൈനിങ് ആയിരിക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ രണ്ട് ഭാഗവും കൂട്ടിയെടുത്തു. ഇനി ഞാൻ ലൈനിങ്ങിൻ്റെ അടിവശം മടക്കടിക്കാൻ പോവാണ്. ആദ്യമേ ഒരു അരയിഞ്ച് മടക്കി, വീണ്ടും ഒരു അരയിഞ്ച് മടക്കി ഇതുപോലെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലൈനിങ് അടിച്ചതിന് ശേഷം ഞാനിപ്പോൾ നല്ല തുണിയുടെ അടിഭാഗം ഇതുപോലെ മടക്കടിക്കുവാണ്. നമ്മുടെ ഫ്രോക്കിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബാക്കിൽ ഇതുപോലെ സിബൊക്കെ വെച്ചിട്ടുണ്ട്. ഈ വള്ളി വെച്ചിട്ട് നമുക്ക് ഈ ഫ്രോക്ക് ഷേപ്പ് ആക്കാം. Thank you.